ഒരു കാരണവശാലും ഈ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ എടുത്തത്. അത് പുറത്ത് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി ചർച്ച ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടിൽ സംസാരിക്കുക, ഇനി നിങ്ങൾ പരസ്പരം സംസാരിക്കുക എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഞങ്ങൾ പരിശുദ്ധ ബാബ തിരുമേനിയുമായി സംസാരിച്ച ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറി അംഗീകരിക്കാതെയും കോടതി വിധി പ്രകാരം ഭരണഘടന സ്വീകരിക്കാതെയും ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കണം ആണ് നല്ലത് എന്ന് പറയുകയും ആ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുകയാണ്. 34 ഭരണഘടന അംഗീകരിച്ചും സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുകയും തയ്യാറാവുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുള്ളൂ. ഈ ചർച്ചയുടെ ആത്യന്തികമായ താല്പര്യം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിമിതമായ സ്കോപ്പ് മാത്രമേ ഈ ചർച്ചയ്ക്കുള്ളൂ. കാരണം സുപ്രീം കോടതി വിധി സുഗമമായി എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നു ചർച്ച. മറ്റൊരു സാധ്യത കോടതി വിധി നൽകുന്നില്ല. സുപ്രീം കോടതി വിധി ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കുവാൻ അനുവദിക്കില്ല എന്ന് ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ പ്രത്യേകമായിട്ട് കോടതി പറയുന്നുണ്ട് മറുപടിയായിട്ട്. അതുപോലെ തന്നെ വരിക്കോലി പള്ളി കേസിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉൾപ്പെടെ ആർക്കും ഈ കോടതി വിധിയിൽ നിന്ന് വ്യത്യസ്തമായി വിധി നടപ്പിലാക്കുവാൻ അധികാരമില്ല എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ചർച്ചയുടെ ആത്യന്തികമായ ഒരു താല്പര്യവും ലക്ഷ്യവും എന്നത് മറ്റൊന്നുമല്ല, സുപ്രീം കോടതിയുടെ വിധി അക്ഷരാർത്ഥത്തിൽ ഈ സഭയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ കോടതി വിധിയെ സംബന്ധിച്ച് ചർച്ചയ്ക്കിടയിൽ പരോക്ഷമായും കോടതി വിധിയെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് ശേഷം വളരെ പരസ്യമായും ഉണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇതിനെ സാധൂകരിക്കുന്നതല്ല. കോട്ടയത്തെ പാത്രിയർക്കീസ് പക്ഷത്തെ മെത്രാപ്പോലിത്ത വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ത്യൻ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത് ഒട്ടും ശരിയായ രീതിയിലല്ല. ജുഡീഷ്യറിയുടെ പ്രവർത്തനം ഏറെ അഴിമതി നിറഞ്ഞതാണ് എന്ന്. രണ്ടാമതായി അദ്ദേഹം പറയുന്നുണ്ട്, ഈ വിധിയിൽ 2017 വിധിയിൽ കോർപ്പറേറ്റുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. 3, അത് പണം കൊടുത്തു വാങ്ങിച്ച വിധിയാണ്. 4ാമത് അദ്ദേഹം പറയുകയാണ്, അതിൻ്റെ പിറകിൽ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതി വിധി നടപ്പിലാകണം എന്ന താല്പര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായ ഓർത്തഡോക്സ് സഭയോടുള്ള സമീപനം ഇതിനകത്ത് വളരെ പ്രകടമാണ്. പണം കൊടുത്ത് കോടതി വിധി വാങ്ങിച്ചതായിട്ടാണ് ആരോപണം. ഇത് കോടതിക്ക് ഒരുപക്ഷെ സുമോട്ടോ കേസെടുക്കാവുന്ന തന്നെ ഒരു പ്രസ്താവനയാണ്. രണ്ടാമത്, ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സമാധാനം ഉണ്ടാകുന്ന ഐക്യത്തിലൂടെ മാത്രമാണ്. ഐക്യമുണ്ടാകുന്നതാകട്ടെ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ ജുഡീഷ്യറിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യമുണ്ടാകുവാൻ താല്പര്യമില്ല എന്നുള്ള നിലപാടാണ്. ഒപ്പം തന്നെ മറ്റൊരു മെത്രാപ്പോലീത്ത പറഞ്ഞു, ഈ സഭയിൽ യോജിപ്പുണ്ടാകുന്ന പ്രശ്നമില്ല എന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അറിഞ്ഞത് അവരുടെ സിനഡ് കോടതി വിധി അംഗീകരിക്കുവാനും സഭാ യോജിപ്പിനും തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തു എന്നാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച തുടർ ചർച്ചയ്ക്ക് സാങ്കത്യമില്ല. അതുകൊണ്ട് തുടർ ചർച്ച തുടരുവാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് തുടരണമെങ്കിൽ ചുരുങ്ങിയത് കോടതി വിധി അംഗീകരിക്കുവാനും ഭരണഘടന അംഗീകരിക്കുവാനും തയ്യാറാകേണ്ടതാണ്. കോടതി വിധി ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ജുഡീഷ്യറിയെ പള്ളു പറയുന്ന അവമതിക്കുന്ന ഒരു സമൂഹത്തിനുമായി ചർച്ചയ്ക്ക് യാതൊരു സാങ്കത്യവുമില്ല. കോടതി വിധി അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ചർച്ചയുടെ ഇടയിൽ പ്രത്യേകമായി പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അപകീർത്തിപ്പെടുത്തുകയും അതിനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു
സമൂഹവുമായി ചർച്ച ചെയ്ത് ഈ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത ഇന്ന് ഓർത്തഡോക്സ് സഭ പുലർത്തുന്നില്ല. നേരെ മറിച്ച് വ്യത്യസ്തമായ നിലപാടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ മാത്രമാണ് അതിനെപ്പറ്റി പുനരാലോചിക്കുകയുള്ളൂ എന്നത് ഈ സമയത്ത് പറയുകയാണ്. ഇതുകൂടാതെ ഈ ചർച്ചയെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധികൾ ലംഘിക്കുന്ന സമൂഹത്തിന് സംരക്ഷണം കിട്ടുന്ന ഒരു സൂചന പലപ്പോഴും കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. കാരണം കോടതി വിധി ആദരിക്കുകയും അതിൻ പ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനാണ് സംരക്ഷണം കിട്ടേണ്ടത്. അതില്ലാതെ പോകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ശരിയായ ഒരു നിലപാടായിട്ട് ഓർത്തഡോക്സ് സഭ കരുതുന്നില്ല. നേരെ മറിച്ച് ഈ കോടതി വിധികൾ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട ഒരു കാര്യം ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓർത്തഡോക്സ് സഭ ഒരിടത്തും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടില്ല. നേരെ മറിച്ച് കോടതി വിധികൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ പള്ളികൾ തോറും നിരന്ന് പ്രശ്നം സൃഷ്ടിക്കുകയും ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് പാത്രിയർക്കീസ് വിഭാഗമാണ് എന്നുള്ള ഈ പൊതുസമൂഹം മുഴുവൻ അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ബാധകമായൊരു കാര്യമല്ല. നേരെ മറിച്ച് കോടതി വിധി ധിക്കരിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഭരണകൂടത്തിന് സാധിക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ ചിന്ത. അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? റൂൾ ഓഫ് ലോ, നിയമ വാഴ്ച തടസ്സപ്പെടുത്തുന്നതുകൊണ്ടാണ്. സുപ്രീം കോടതി വിധിച്ചു, അതോടുകൂടി പ്രശ്നം തീരേണ്ടതാണ്. എന്നാൽ ഓരോ പള്ളിക്കും വേണ്ടി കേസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ഓരോ പള്ളിയിലും കോടതി വിധി വരുന്ന സാഹചര്യത്തിൽ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. ഇവിടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയും ഭരണകൂടത്തിന് പ്രത്യേകമായ ഇടപെടലും ആവശ്യമാണ്. നീട്ടിക്കൊണ്ടു പോവുകയല്ല കോടതി വിധി ഇംപ്ലിമെന്റ് ചെയ്യാൻ, നേരെ മറിച്ച് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ സാഹചര്യം തീർച്ചയായിട്ടും ആ ചുറ്റുപാടുകൾ മാറുമെന്ന് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് രണ്ട് കാര്യം: ഒന്നുകിൽ കോടതി വിധി അംഗീകരിച്ച് സഭയിൽ ഐക്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് മാറി മറ്റ് എന്തെങ്കിലും സംവിധാനം അവരുണ്ടാക്കി മാറുക എന്നതാണ്. സഭയിൽ സമാധാനം ഉണ്ടാകുന്നത് നിങ്ങൾ ഇവിടെ മലങ്കര സഭയിലെ ഒരു കക്ഷി പ്രശ്നത്തിന്റെ ഒരു കാര്യമല്ല. ഇത് അടിസ്ഥാനപരമായി കാതോലിക്കറ്റിൽ പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അനധികൃതമായി ഇടപെട്ടതിന്റെ പ്രത്യാഘാതങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹം മലങ്കര സഭയിൽ അനധികൃതമായി ഇടപെടുകയില്ല എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് ഉണ്ടായി മാത്രമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിന്റെ നിലപാടിൽ പിന്തുണയ്ക്കുന്നവർ മാത്രമാണ് ഇവിടുത്തെ പാത്രിയർക്കീസ് കക്ഷിക്കാർ. അവരല്ല യഥാർത്ഥത്തിൽ ഇതിന്റെ കക്ഷികളെന്ന് പറയുന്നത്. അതുകൊണ്ട് അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ ഇവിടെ കാതോലിക്കറ്റിനെ അംഗീകരിക്കുകയും ഭരണഘടനയ്ക്ക് വിരുദ്ധമായോ അതീതമായോ ഈ സഭയിൽ പ്രവർത്തിക്കുകയില്ല, ഇടപെടുകയില്ല എന്നുള്ള അണ്ടർടേക്കിംഗ് ഉണ്ടാകുന്ന വഴിക്ക് മാത്രമാണ് സഭാ സമാധാനം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീക്കുകയും ഈ ഒറ്റപ്പെട്ട ചർച്ചകൾ കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കോടതിയെ കുറ്റം പറയുകയും അഴിമതി ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ മലങ്കര സഭയിലെ ഒരു വിഭാഗമായിരുന്ന പാത്രിയർക്കീസ് വിഭാഗത്തിൽ നടക്കുന്ന അഴിമതിയെപ്പറ്റി അവരുടെ സെമിനാറിലെ പ്രിൻസിപ്പൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എണ്ണം വിട്ട് പറയുവാൻ സാധിക്കും. അവർ പറയുന്നത് ഈ പാത്രിയർക്കീസ് വിഭാഗത്തിന് നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിയില്ലാത്ത ഒന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിൽ സ്വതന്ത്രമായി നിലനിൽക്കാൻ സാധിക്കുമ്പോൾ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്ന ഒരു സമൂഹമാണ്. അവിടെയുള്ള മെത്രാപ്പൊലീത്തന്മാരെല്ലാം 50 ലക്ഷം രൂപ മുതൽ 1.25 കോടി രൂപ വരെ അധികാര സ്ഥാനത്ത് കൊടുത്ത് നേട്ടമുണ്ടാക്കി മെത്രാന്മാരായവരാണ്. വീണ്ടും പറയുന്നു, കണക്ക് ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് സഭയ്ക്ക് കണക്കില്ല. സഭയുടെ അതിവിശിഷ്ടമായ തൈലങ്ങൾ മറ്റുള്ള സഭകൾക്ക് വിറ്റ് പണമുണ്ടാക്കിയിട്ടുണ്ട്. 5 കോടി രൂപ വാങ്ങിച്ചതായിട്ട് അദ്ദേഹം ആരോപിക്കുന്നു. അപ്പൊ ഈ അഴിമതികളെല്ലാം നടക്കുന്ന എവിടെയാണ്? ഇന്ത്യൻ ജുഡീഷ്യറിയിലല്ല, നേരെ മറിച്ച് ഈ പ്രശ്നം സൃഷ്ടിക്കുന്ന
പാത്രിക്കീസ് വിഭാഗത്തിൽ തന്നെയാണെന്ന് അതിൻ്റെ നായകത്വം വഹിക്കുന്നവർ തന്നെ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. എങ്ങനെ ഇവരുമായി എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് യഥാർത്ഥ പാർട്ടികൾ എന്ന് പറയുന്നത് അന്ത്യോക്യ പാത്രിക്കീസും പൗരസ്ത്യ കാതോലിക്കായുമാണ്. മലങ്കര സഭയിലെ അനധികൃതമായി കഴിഞ്ഞ 20 വർഷമായി ഇടപെട്ടു എന്നുള്ള നിരീക്ഷണമാണ് യഥാർത്ഥത്തിൽ കോടതിയിൽക്കുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി വിധി കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള സന്മനസ്സും അതിനുള്ള താല്പര്യവും സമർപ്പണവും ഭരണകൂടത്തിന് ഉണ്ടാവുകയും എത്രയും വേഗം ഓരോ പള്ളികളെ സംബന്ധിച്ചുണ്ടായി വരുന്ന വിധികൾ പക്ഷപ്രതി കൂടാതെ, നമ്മളാരും പറയുന്നില്ല നമ്മൾ പ്രത്യേകമായിട്ട് കരുതണമെന്ന്, നീതിയുടെ വാഴ്ച ഇവിടെ ഉറപ്പാക്കുകയും ചെയ്യണം. അതാണ് മലങ്കര സഭയുടെ താല്പര്യം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ മിനിറ്റ്സ് നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നായിട്ടാണ് അഫിഡവിറ്റിൽ കാണുന്നത്. മിനിറ്റ്സിൽ മലങ്കര സഭയുടെ കോടതി വിധിയും ഭരണഘടനയും ഉള്ളിൽ നിന്നൊരു ചർച്ചയ്ക്ക് മാത്രമേ അർത്ഥമുള്ളൂ എന്നും അത് അവർ സമ്മതിക്കാത്തിടത്തോളം കാലം ചർച്ച അവസാനിപ്പിക്കണമെന്നും ഓർത്തഡോക്സ് സഭയിലെ പ്രതിനിധികൾ പറയുന്നതായിട്ട് മിനിറ്റ്സിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തരത്തിലുള്ളൊരു ചർച്ച ഇനി തുടരണമെങ്കിൽ ഈ ജുഡീഷ്യൽ തീരുമാനം അംഗീകരിച്ച ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതും എല്ലാവരെയും അറിയിക്കുന്നു. അത്താനാസ്യോസ് തിരുമേനി പറഞ്ഞതിനോട് സപ്ലിമെൻ്റ് ചെയ്ത് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നത്. സത്യത്തിൽ ചർച്ചകൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുമായി അവസാനം നടത്തിയ ചർച്ചയോടുകൂടി അവസാനിപ്പിച്ചതായി ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതോടുകൂടി ചർച്ചകൾ അവസാനിച്ചതാണ്. അന്ന് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, തുടർ ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന രീതിയിലായാലും ആരും നിർദ്ദേശിക്കുന്ന രീതിയിലായാലും ഉണ്ടെങ്കിൽ അത് സഭയുടെ ചുമതലപ്പെട്ട സമിതികളിൽ ആലോചിച്ച് മറുപടി നൽകുന്നതായിരിക്കും എന്നാണ്. അല്ലാതെ ചർച്ചകൾ തുടരും എന്ന ഒരു സമ്മതം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. 2017 ജൂലൈ 3 മുമ്പ്, അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് ധാരാളം ചർച്ചകൾ മലങ്കര സഭ നടത്തിയിട്ടുണ്ട്. എന്നാൽ ജൂലൈ 3 ശേഷം ചർച്ചകൾ നടത്തുന്നതിൽ നിന്ന് മലങ്കര സഭ അത്ര താല്പര്യം കാണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, കോടതി വിധിയിൽ തന്നെ, അതായത് 2017 ജൂലൈ മാസം 3-ാം തീയതിയിലെ കോടതി വിധിയിൽ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കോടതി വിധി വളരെ ഭംഗിയായി നടത്തിച്ച് പൂർത്തീകരിച്ചതിന് ശേഷം എന്തെങ്കിലും പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് തീർത്തു കൊള്ളണമെന്ന് പറയുന്നുണ്ട്. അതായത് 28 പോയിന്റ്സ് പറയുന്നിടത്ത് 27 പോയിന്റ്സും നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യം നീതിന്യായ കോടതികൾ പുറപ്പെടുവിച്ചിരിക്കുന്നതായ വിധികൾ നടപ്പിലാകട്ടെ, അതിനുശേഷം എവിടെയെങ്കിലും ആവശ്യമെങ്കിൽ ചർച്ചയാകാം എന്ന നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയെ അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സഭ ഒന്ന് ആ കാര്യത്തിൽ പിന്നോട്ട് മാറുന്നത്. രണ്ടാമത്തെ ഒരു കാരണമായിട്ട് പറയാനായിട്ടുള്ളത്, വിധി നടപ്പിലാകാതെ ചർച്ചകൾക്കിറങ്ങിയാൽ പഴയ കാലങ്ങളിലെ ചർച്ചകളിൽ ഉണ്ടായതായ ചതിക്കണിയിൽ വീണ്ടും മലങ്കര സഭ വീഴാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതായ ഒരു ഭയം തന്നെ ആയിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് ഈ ചർച്ചയിൽ ഉണ്ടാകത്തില്ല എന്നാണ് ഞങ്ങൾ കരുതിയെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നലെ
ബഹുമാനപ്പെട്ട കേരള സർക്കാർ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ നൽകിയതോടുകൂടി വളരെ വ്യക്തമായി മലങ്കര സഭ വീണ്ടും ഒരു ചതിക്കണിയിലേക്ക് വീഴുന്നു എന്നുള്ളത്. ആ ഒരു അപകടം നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ ആവശ്യമില്ല എന്ന് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ആരോടെങ്കിലും ചർച്ചയ്ക്കുള്ള വിമത കൊണ്ടോന്നല്ല. ചർച്ചകൾ നടത്തുന്നത് കാര്യങ്ങൾ നേരെ ചൊവ്വേ നിയമം അനുസരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. എന്താണ് യഥാർത്ഥ നിയമമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഒരു നിയമമാണ് എന്ന് ബഹുമാനപ്പെട്ട ഭാരതത്തിന്റെ പ്രസിഡന്റ് ഒരു വിജ്ഞാപനം പോലും ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് അത് ഈ ഒരു കേസിലെ പാർട്ടികൾ മാത്രമല്ല എല്ലാവരും അത് അംഗീകരിച്ചിരിക്കണം, അത് നടപ്പിലാക്കിയിരിക്കണം എന്നത് വളരെ നിർബന്ധമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ചതിക്കുഴിയിൽ വീഴുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കെണികളിൽ വീഴുന്ന രീതിയിലുള്ളതായ പരിപാടികളാണ് ചർച്ചകൾക്കുള്ളതെങ്കിൽ പിന്നെ ചർച്ചകൾ കൊണ്ട് കാര്യമില്ല. നീതിന്യായ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതായ നിയമങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് കരണീയമായിട്ട് ഇരിക്കുന്നത്. അഭിമന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഇന്നലെ അഫിഡവിറ്റിനോടൊപ്പം സമർപ്പിച്ചതായ മിനിറ്റ്സിൽ അങ്ങനെ സഭയ്ക്ക് ദോഷം വരുത്തുന്ന രീതിയിലൊന്നും തന്നെ കണ്ടില്ല. എന്നാൽ ഒരു കാര്യം കാണുന്നുണ്ട്, ഓർത്തഡോക്സ് സഭ പറഞ്ഞതായ എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട്. മറുഭാഗം പറഞ്ഞ മിക്ക കാര്യങ്ങളും അതിലുണ്ട് താനും. ഓർത്തഡോക്സ് സഭ പറഞ്ഞ കാര്യങ്ങൾ പലതും അതിനകത്ത് എവിടെയൊക്കെ മുങ്ങിപ്പോയി എന്നത് അതിൽ പങ്കെടുത്ത ആളുകൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതായ ഒരു കാര്യമാണ്. കോടതിയിലെ പ്രൊസീഡിങ്സ് തടസ്സമാകരുതെന്നും വിധികൾ ഉണ്ടാകുമ്പോൾ അത് നടപ്പിലാക്കുന്നതിന് ചർച്ചകൾ വിഘാതമാകരുതെന്നും ഞങ്ങൾ 3 പേരും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട ആദ്യ മീറ്റിംഗിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായ ഒന്നാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ല അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്, ഹോം സെക്രട്ടറിയാണ് കൊടുത്തിരിക്കുന്നത്. ഹോം സെക്രട്ടറി കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിന്റെ 4ാമത്തെ പേജിൽ 10ാമത്തെ പാരഗ്രാഫായി കൊടുത്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ വിരുദ്ധമായ ഒരു കാര്യമാണ്. ഞങ്ങൾ പറയുകയോ ഞങ്ങൾ അംഗീകരിക്കുകയോ ചെയ്യാത്തതായ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. മുമ്പേ പറഞ്ഞതുപോലെ മറുഭാഗമായി ഒരു ചർച്ച വീണ്ടും ആകാമെന്ന ഒരു വാക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ല. എന്നാൽ ഉണ്ടാകത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന് ചുമതലപ്പെട്ട സമിതികളുണ്ട്. സമിതികളിൽ ആലോചിച്ച് സമിതികൾ എന്ത് പറയുന്നുവോ, ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങളെ ചുമതലപ്പെടുത്തിയ അനുസരിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചുമതലപ്പെട്ട സമിതികളോട് ആലോചിച്ച് മാത്രമേ മറുപടി പറയാൻ ഒക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അതും അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കാര്യവും മിനിസിലുള്ളതായിട്ട് കാണുന്നില്ല. എന്നാൽ 1 മാസത്തിനകം തുടർ കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ളത് മിനിസിൽ കാണുന്നുണ്ട്. ചർച്ചകൾക്ക് സത്യത്തിൽ തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളല്ല എന്നുള്ളത് നമുക്ക് സാധാരണഗതിയിൽ നോക്കിയാൽ മനസ്സിലാകും. കാരണം ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ പല പരിപാടികളും മറുഭാഗം ആസൂത്രണം ചെയ്യുകയും അത് സമൂഹത്തിൽ മാധ്യമങ്ങളുടെയും അല്ലാതെയും പ്രകടമാക്കപ്പെടുകയും ചെയ്യുന്നതായ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നേരിട്ട് സഭ നടത്തിയതായ ചർച്ചയുടെ ഭാഗമെന്ന രീതിയിൽ അഫിഡവിറ്റ് ഹോം സെക്രട്ടറി കൊടുത്തിരിക്കുന്നത് അത് പരിശോധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടെന്ന് പോലും എനിക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്ന പലരും ചെയ്യുന്ന പല കാര്യങ്ങൾ അദ്ദേഹം അറിയുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് സാധാരണ കാണുന്നത്. അതുപോലെ എന്തെങ്കിലുമാണോ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ക്രമസമാധാന പ്രശ്നം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഞങ്ങളുടെ ചർച്ചയിൽ പല പ്രാവശ്യം ഉന്നയിക്കപ്പെട്ട ഒരു വിഷയമാണ്. തീർച്ചയായും
ഓർത്തഡോക്സ് സഭ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നത്തിനും പോവുകയില്ല. അത് നിങ്ങൾ കണ്ടാൽ അറിയാം. മുളന്തുരുത്തി പള്ളിയായാലും ഇപ്പോൾ കോതമംഗലം പള്ളിയായാലും മറ്റേത് പള്ളികളായാലും കോടതി വിധികൾ ഉണ്ടാകുമ്പോൾ ഓർത്തഡോക്സ് സഭ ഇടിച്ചു കയറി അങ്ങോട്ട് പോകുന്നില്ല. പള്ളി കയ്യേറാനും പള്ളി പിടിക്കാനും പോകുന്നില്ല. അത് ഓർത്തഡോക്സ് സഭയുടെ നയവും അല്ല. എന്നാൽ നിയമമുണ്ടായിക്കഴിഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നവരാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അഭിവന്യ തിരുമേനി അതിൻ്റെ വിവിധ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ COVID-19 പേരിൽ മറ്റൊരു അഫിഡവിറ്റ് കൊടുത്തതായി മനസ്സിലാക്കുന്നു. അതും മറ്റൊരു തമാശയായിട്ട് മാത്രമേ കാണാൻ ഒക്കുകയുള്ളൂ. COVID-19 എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ കോതമംഗലം പള്ളിയിലും അകത്തും ചുറ്റുവട്ടത്തിലും എല്ലാം ഇപ്പോൾ COVID-19 ബാധകമല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട കളക്ടർക്ക് അത് കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് മതമൈത്രി നേതാക്കളും നിയമവിരുദ്ധമായി പള്ളി ഭരണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ളതായ ബന്ധങ്ങളും പരിശോധിക്കണം. സത്യത്തിൽ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ മാത്രമേ എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇന്നത്തെ പത്രത്തിൽ അഭിവന്യ തെയോഫിലോസ് തിരുമേനി പറയുന്നുണ്ട്, ഓർത്തഡോക്സ് അതായത് മറുഭാഗത്തെ അഭിവന്യ തെയോഫിലോസ് തിരുമേനി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് നൽകിയതായ ഉറപ്പിൽ നിന്ന് ഓർത്തഡോക്സ് സഭ പിന്മാറരുത് എന്ന്. ഞാൻ ഉറപ്പ് പറയുന്നു, മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിൽ നിന്ന് ഓർത്തഡോക്സ് സഭ ഒരിക്കലും പിന്മാറുകയില്ല. പക്ഷേ നിങ്ങൾ നിയമം പാലിക്കണം. അഭിവന്യ തിരുമനസ്സുകൊണ്ട് ഓർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെയുള്ളതായ നീതിന്യായ കോടതികളിൽ വന്നിരിക്കുന്നതായ നിയമങ്ങൾ അനുസരിച്ച് അവ നടപ്പിലാക്കാനായി സഹകരിക്കണം. നിയമങ്ങൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിയമവിരുദ്ധമായി പള്ളികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് നിയമം അനുസരിച്ചുള്ള ആളുകൾ അതിന് ചുമതലയേറ്റ് വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് ദേവാലയത്തിൽ ആരാധന നടത്തുക എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നിയമാനുസൃതമായ വികാരി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നിയമം അനുസരിച്ച് ദേവാലയത്തിലെ എല്ലാ മക്കളും ഒരുമിച്ച് നിന്ന് ആരാധിക്കാനുള്ളതായ മാർഗങ്ങളാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അത് തന്നെയാണ് തുടർന്നും മലങ്കര സഭയും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ പള്ളി കയ്യേറാനും പള്ളി പിടിച്ചെടുക്കാനും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നയമല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പറഞ്ഞ ഈ കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് തെറ്റ് എന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനിയും മലങ്കര സഭയെ വീണ്ടും ഒരു ചതിക്കുഴിയിലും കെടിയിലും വീഴ്ത്തരുത് എന്നുള്ള കാര്യം മാത്രം ഓർപ്പിക്കുന്നു. മലങ്കര സഭാ മക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് വിവേകമുള്ളവരാകുന്നു എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. സർക്കാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ അഫിഡവിറ്റിൽ 4-ാമത്തെ പേജിൽ 10-ാമത്തെ പാരഗ്രാഫായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന വസ്തുത അതാരാണ് എഴുതി കൊടുത്തത്, ആരാണ് അതിന് ഉത്തരവാദി? ഞങ്ങൾ പറയാത്തതും ഞങ്ങൾ സമ്മതിക്കാത്തതുമായ ഒരു കാര്യം അങ്ങനെ ആരെ എഴുതി കൊടുത്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് സർക്കാരാണോ എന്ന് ഞങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് നല്ല വ്യക്തതയുണ്ട്. ആര് ചെയ്താലും അതൊരു ചതിക്കുഴി തന്നെയാണ്. അതാണ് ഞങ്ങളെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഈ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പാകെ നടത്തിയതായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കോടതി വിധികൾ നടപ്പിലാക്കരുതെന്നും കോടതി വിധികൾ പ്രൊസീഡിങ്സ് നീട്ടിവെക്കണമെന്നുമൊക്കെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പറയാത്തത് പറഞ്ഞു എന്ന് എഴുതി ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുന്ന രീതി അത് പണ്ടുകാലത്തുണ്ടായ ചതിപ്രയോഗങ്ങളുടെ ഒരു തുടർക്കഥയായിട്ട് മാത്രമേ കാണാനായിട്ട് ഒക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ പ്രസക്തമായ ചോദ്യം? അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ആണോ ഇത്
സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം പരിശോധിക്കണം. കാരണം ഇപ്പോഴത്തെ പത്രവാർത്തകളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് അറിവിലല്ല എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും അതുപോലെ ഒന്ന് സംഭവിച്ചതാണെങ്കിൽ അദ്ദേഹം അത് പരിശോധിച്ച് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ സർക്കാർ നൽകിയ സത്യവാങ്മൂലം കളവാണ് എന്ന് ഓർത്തഡോക്സ് സഭയ്ക്ക് അഭിപ്രായമുണ്ടോ? സർക്കാർ നൽകിയ സത്യവാങ്മൂലം, കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം കളവാണ് എന്ന അഭിപ്രായമാണ് ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്, അല്ലെങ്കിൽ അത് സത്യവിരുദ്ധമാണെന്നാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്? അത് ഓൾറെഡി അത് സംബന്ധിച്ചതായ വാർത്തകൾ നൽകി കഴിഞ്ഞു. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്കാനൊക്കെയില്ല. അഭിയൊന്ന് തിരുമേനി പറഞ്ഞതുപോലെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് എല്ലാം അതിൽ വന്നിട്ടില്ലെങ്കിൽ പോലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകിയതെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയില്ലായിരുന്നു. ഈ സാധാരണ മുഖ്യമന്ത്രിയുടെ ഈ പത്രസമ്മേളനത്തിൽ ഈ ചർച്ചയിൽ ഈ മിനിറ്റ്സ് വായിച്ച് കേൾപ്പിക്കാറുണ്ടോ? അതാണ് ഇതിനകത്ത് മറ്റൊരു വിഷയം. ഞങ്ങൾ മീറ്റിങ്ങിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഒരു അറ്റൻഡൻസ് എടുക്കുന്ന രീതിയിൽ ഞങ്ങളുടെ മുമ്പാകെ ഒരു പേപ്പർ പാസ് ചെയ്യും. ഞങ്ങൾ മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന മറുഭാഗത്തിൽപ്പെട്ടവരുമായി എല്ലാവരുടെയും പേരും ഒപ്പും ശേഖരിക്കും. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചത് ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ മാത്രമാണ്. ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊരു മിനിറ്റ്സിന്റെ ഭാഗമാകുന്നു എന്നുള്ളത്. ഞങ്ങളാരും അറിഞ്ഞില്ല അത് മിനിറ്റ്സ് ആണോ എന്താണോ എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു ന്യായമായി ചിന്തിക്കുമ്പോൾ ഒരു മിനിറ്റ്സ് എഴുതി പബ്ലിക് ആക്കുന്നതിന് മുമ്പ് അതിൽ പങ്കെടുത്തവർ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ നിങ്ങളോട് പറയണോ എന്ന് ഒന്ന് ചോദിച്ചിട്ട് പബ്ലിക് ആക്കുന്നതായിരിക്കും നല്ലത്. അത് സംഭവിച്ചിട്ടില്ല. നമുക്ക് ഒരു കാര്യം ഒന്ന് ക്ലാസ് വളരെ വ്യക്തമായി ഓർത്തഡോക്സ് സഭയ്ക്ക് ആദ്യം മുതൽ തന്നെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് സംക്ഷിപ്തമായി പിതാക്കന്മാർ പറഞ്ഞത് അനുസരിച്ച് വ്യക്തമായി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ പൗലോസ് രണ്ടാമൻ ബാവ തിരുമനസ്സുകൊണ്ട് ശാശ്വത സമാധാനം സഭയിലുണ്ടാകണം. അത് 2017 കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും 1934 ഭരണഘടനയ്ക്ക് വിധേയമായും ആകണം എങ്കിലേ ശാശ്വത സമാധാനം ഉണ്ടാവൂ. അങ്ങനെ ഉണ്ടാവണമെന്നാണ്, ഐക്യമുണ്ടാകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് 2017 കോടതി വിധി വന്ന നാൾ മുതൽ ഇക്കഴിഞ്ഞ സ്ഥാനാരോഹണ വാർഷിക സന്ദർഭം വരെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് സഭ ചർച്ചയുമായി മുമ്പോട്ട് സഹകരിക്കുന്നത്. അപ്പോൾ ചർച്ചയിൽ എപ്പോഴും അടിസ്ഥാനപരമായി സഭയുടെ നിലപാട് കോടതി വിധിയെ പൂർണ്ണമായും മാനിച്ചും 1934 ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയും സഭ യോജിക്കണം എന്നുള്ളതാണ്. സഭ ഒന്നാകണം. അതുതന്നെയാണ് 2017 കോടതി വിധിയിലും വളരെ ശക്തമായി നമ്മളോട് ആവശ്യപ്പെടുന്നത്. സഭ ഒന്നേ ഉള്ളൂ, അത് 34 ഭരണഘടനയ്ക്ക് വിധേയമായി ഭരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഓർത്തഡോക്സ് സഭ 3 വട്ടം ചർച്ചകൾ ഔദ്യോഗികമായി നടത്തിയിട്ടുണ്ട്. സർക്കാർ ചീഫ് മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ. ആദ്യത്തേത് 2 സഭകളെയും വേറിട്ടായിരുന്നു. 2ഉം 3ഉം യോജിച്ചായിരുന്നു, ഒന്നിച്ചു കൂട്ടിയായിരുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങളെപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതി വിധികൾ നടപ്പിലാക്കപ്പെടുന്ന ഒരു പ്രോസസ്സും കൂടെ സമാന്തരമായി വരുന്നുണ്ട്. കോടതി വിധികൾ നടപ്പിലാക്കി വരുന്ന സമാന്തരമായ നിയമപരമായ നടപടിക്രമം അതിൻ്റെ വഴിക്ക് പോകും, ചർച്ചകൾ അതിൻ്റെ വഴിക്കും പോകും. ഈ ഒരു നിലപാട് എടുത്തിട്ടുള്ളതും അത് അവരുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ ശക്തമായ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നീട് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്, കോതമംഗലം പള്ളിയുടെ എക്സിക്യൂഷൻ ഭാഗത്തേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ
പൊരുത്തക്കേടുകളുണ്ട്. ആ പൊരുത്തക്കേടുകൾ തിരുത്തപ്പെടണം. ആ പൊരുത്തക്കേടിൽ പ്രധാനമായിട്ടുള്ളത് ചർച്ചയിലെ ഉള്ളടക്കം എന്തായിരുന്നെന്നും അതേ സംബന്ധിച്ചുള്ള പൊരുത്തക്കേടാണ്. ആ പൊരുത്തക്കേട് ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വീകാര്യമല്ല. ആ പൊരുത്തക്കേടെന്ന് പറയുന്നത് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ്. ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോടതി വിധികൾ അതിൻ്റെ വഴിക്ക് നടത്തപ്പെടാതെ പോകുന്നെങ്കിൽ അത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമായി പോകും. അത് ഒരിക്കലും ശുഭസൂചകമല്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതായത് എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ താൽക്കാലികമായെങ്കിലും ഒരു വിരാമം വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് 2017 കോടതി വിധി മാനിക്കാതെ ഒരു സഭയുടെ ഐക്യം നമുക്ക് ചിന്തിക്കാനാവില്ല. അങ്ങനെ ഒരു ഐക്യമോ സമാധാനമോ ഉണ്ടാകുന്നെങ്കിൽ നിയമപരമായ സാധുത അതിനുണ്ടാവുകയില്ല. പിന്നീട് സഭ ഭരിക്കപ്പെടണം. സഭ ഭരിക്കപ്പെടണമെങ്കിൽ നാളതുവരെ 1958 സഭ സമാധാനമുണ്ടായി. സഭയുടെ 2 പരമാധ്യക്ഷന്മാരും സമാശ്ലേഷിക്കുന്ന സന്ദർഭത്തിൽ തന്നെ 34 ഭരണഘടനയ്ക്ക് വിധേയമായാണ് അങ്ങനെ ഒരു സമാധാനമുണ്ടായതും 1995 വീണ്ടും സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോഴും ഈ 34 ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പോകണം എന്ന് കോടതി വിധിച്ചിട്ടുള്ളതും 2017 അത് അരക്കിട്ടുറപ്പിച്ചിട്ടുള്ളതുമാണ്. ഇനി അതിൽ നിന്ന് പുറകോട്ട് പോകുവാൻ സഭയ്ക്ക് സാധ്യമാവില്ല. അത് ഒരു അടിസ്ഥാന ഘടകമാണ്. അവിടെയാണ് ഈ ചർച്ചയുടെ അപ്പോൾ ചർച്ച വിജയകരമായി വന്ന് സഭ ഒന്നായിത്തീരുന്ന ഒരു അന്തരീക്ഷം വരണമെങ്കിൽ ഈ 2 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ 3 ചർച്ചകളിലും കൂടെ ഉരുത്തിരിഞ്ഞു വന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ പ്രാവശ്യം വേറിട്ടും 2-3 പ്രാവശ്യങ്ങളിൽ ഒന്നിച്ചും. ഈ സന്ദർഭങ്ങളിലെല്ലാം മറുവിഭാഗം ഉയർത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും 34 ഭരണഘടനയിലും അതിന് വിധേയമായിക്കൊണ്ട് ഒരു സഭയുടെ ശാശ്വത സമാധാനം, ഐക്യത്തിലൂടെയുള്ള ശാശ്വത സമാധാനം എന്നൊരു സങ്കല്പം, എന്നൊരു സ്വപ്നം, ഒരു കാഴ്ചപ്പാട് അവർ സ്വീകരിക്കുന്നില്ല. അത് നിർഭാഗ്യകരമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും ഒടുവിലെ ചർച്ച മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇതെല്ലാം നടന്നത്. വളരെ നിരാശാജനകമായി പോയി. ഞങ്ങൾക്ക് മാത്രമല്ല, അതിൽ അധ്യക്ഷനായിരുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ. അദ്ദേഹം ഏറ്റവും ഒടുവിൽ അടിവരയിട്ട് പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമെങ്കിൽ ചെയ്തോളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഒന്നായി പോകുന്നതിന് ആവശ്യമായ ചർച്ചകൾ നടക്കുമെങ്കിൽ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെങ്കിൽ അത് നന്നായിരിക്കുമെന്നാണ്. പക്ഷേ അതിന് വിധേയമാകാത്ത ഒരു നിലപാട് മറുവിഭാഗം സ്വീകരിക്കുന്നിടത്തോളം കാലം ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ലാതെ വരുന്നു. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചർച്ച എന്ന് പറയുകയും ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കോടതിയിൽ ചർച്ച നടക്കുകയാണെന്ന് പറയുകയും ചെയ്തതിൽ പൊരുത്തക്കേടുണ്ട്. ആ ചർച്ചയ്ക്ക് സ്കോപ്പില്ലാത്തത് നിലപാട് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. ആ നിലപാടിൽ മാറ്റം വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും വളരെ ഓർത്തഡോക്സ് സഭ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാട് ഈ അടുത്ത സമയത്തെങ്ങും ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു ശക്തമായ നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാധ്യമങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ കടുത്ത ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടാവുന്നില്ല. അതവിടെ തടഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആഹ്വാനം സ്വീകരിച്ച് ഒന്നായി പോകുന്നതിന് നിങ്ങൾ ചർച്ച ചെയ്യണം എന്നുള്ള നിർദ്ദേശവും, ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ്റെ ആഹ്വാനം മറ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏത് വിഭാഗത്തിലുള്ള ആളുകളും ഇന്ന് പൊതുവെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ആ സമാധാനത്തിന് ശാശ്വതമാകണമെങ്കിൽ ഈ 2ന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടേ സാധിക്കുകയുള്ളൂ. അത് ബ്ലോക്ക്ഡായി പോകുന്നത് നിലപാടിൻ്റെ മറുവിഭാഗത്തിൻ്റെ കടുത്ത നിലപാടിൽ നിന്നുകൊണ്ടാണ്.
അങ്ങനെ നിലപാടിൽ നിൽക്കുന്നെങ്കിൽ സുപ്രീം കോടതി പറയുന്നത് ഈ ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമേ ഭരിക്കപ്പെടാനാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യം? ഇതാണ് ഓർത്തഡോക്സ് സഭയ്ക്ക് ഏറ്റവും പറയാനുള്ളത്. ഒരു സത്യവാങ്മൂലത്തിലും ചർച്ചയുടെ ഉരുത്തിരിഞ്ഞു വന്ന ഉള്ളടക്കത്തിലും ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. അത് സർക്കാർ പരിശോധിച്ച് അത് തിരുത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ വിനീതമായ സർക്കാരിനോടുള്ള അപേക്ഷ. അഭിമന്യ തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ശാശ്വതമായ സമാധാനമായിരുന്നു മലങ്കര സഭ ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ച, ജില്ലാ കളക്ടർ സമർപ്പിച്ച സത്യവാങ്മൂലം, അസത്യങ്ങൾ ഉൾപ്പെടുന്ന അസത്യവാങ്മൂലം ഈ സമാധാന ചർച്ചയെ തുരങ്കം വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിക്കുന്നു. സത്യവിരുദ്ധമായ കാര്യങ്ങൾ ചേർത്ത് അസത്യവാങ്മൂലം ഫയൽ ചെയ്തത് വഴി മലങ്കര സഭയുടെ ശാശ്വത സമാധാനം എന്നുള്ള സ്വപ്നത്തിന് തുരങ്കം വെക്കുവാൻ ഇടയായി എന്ന് ഞങ്ങൾ കരുതുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഒരു നിരീക്ഷണം നടത്തുകയുണ്ടായി. ഉദ്യോഗസ്ഥരും ഭരണവർഗത്തിലെ ചിലരെങ്കിലും പക്ഷം പിടിക്കുന്നു എന്ന് കോടതി ഒരു നിരീക്ഷണം നടത്തിയതായി മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടു. ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കളക്ടറും സമർപ്പിച്ചിരിക്കുന്നതായ ഈ സത്യവാങ്മൂലം, ഈ അസത്യവാങ്മൂലം ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തെ ശരിവെക്കുന്നതാണെന്നും മലങ്കര സഭ കരുതുന്നു. ഈ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും സഭ പിന്മാറുകയാണോ? കൂടാതെ ഈ വിധി നടപ്പിലാക്കും ഈ സർക്കാരിൽ നിന്ന് എന്ത് പ്രതീക്ഷയാണ് ഇനിയുള്ളത്? കാരണം ഇത്രയും ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ട്വിസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊന്നോടൊന്ന് പരിശോധിക്കണം. വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടിപ്പോൾ ഞങ്ങൾ 3 പേരും സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ഇവിടെ വ്യക്തമാക്കിയിട്ട് ശാശ്വതമായ സമാധാനം വേണമെങ്കിൽ 2017 സുപ്രീം കോടതി വിധിയും 1934 ഭരണഘടനയ്ക്ക് വിധേയമായി സാധ്യമാവുകയുള്ളൂ. അങ്ങനെ മാത്രമേ ഒരു ഐക്യം ഉണ്ടാവുകയുള്ളൂ. ഈ ഐക്യം എന്ന വാക്ക് സമാധാനമെന്ന് പറയുമ്പോൾ മറുവിഭാഗം ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ചർച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ലോഹ്യം പറയാനാണോ എന്ന ചോദ്യം വരുന്നില്ലേ? അല്ലാതെ പറയണ്ടേ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ യെസ് ഓർ നോ പറയാനല്ല, വസ്തുതകൾ അടിസ്ഥാനമാക്കി പോയിട്ട് വ്യക്തമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു വ്യക്തമായ ചോദ്യം. നിങ്ങൾ പറയുന്നത് സത്യവിരുദ്ധമായ സത്യവാങ്മൂലം കൊടുത്തു എന്നുള്ളതാണ്. രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ ആ കോടതി വിധി നടപ്പാക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാൻ സത്യവിരുദ്ധമായ സത്യവാങ്മൂലം കൊടുത്ത സർക്കാരിന് ഇനി തുടരാൻ അവകാശമുണ്ടോ? വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ? വ്യക്തമായ മറുപടി. ആ കാര്യത്തിലേക്ക് ഞങ്ങൾ ഇടപെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർക്കാരിനെ തിരഞ്ഞെടുക്കുകയും അവർ അധികാരത്തിൽ തുടരുന്നത് ജനങ്ങളുടെ അവകാശമാണ്. അത് അവരുടെ അവകാശം വിനിയോഗിക്കട്ടെ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റും തിരുമേനിമാരോട് സൂചിപ്പിച്ചതുപോലെ അതിന് മിനിറ്റ്സുമായിട്ട് വ്യത്യാസമുണ്ട്. മിനിറ്റ്സിനുള്ളിൽ ഈ ചർച്ച തുടരുന്നതായിട്ട് സൂചനയില്ല. അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് ഓർത്തഡോക്സ് പ്രതിനിധികൾ ഭരണഘടനയും കോടതി വിധിയും അംഗീകരിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ ചർച്ച തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് അറിയിച്ചു എന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ അവർ എന്ന് കോടതി വിധി അംഗീകരിക്കുവാനും അതുപോലെ തന്നെ ജുഡീഷ്യറിയുടെ പള്ളു പറയൽ നിർത്തി അത് അംഗീകരിക്കുമെന്നൊന്ന് പറയുവാനുള്ള വിനയവും സത്യസന്ധതയും കാണിക്കുന്ന സമയത്ത് ഇതെ സംബന്ധിച്ചുള്ള തുടരാവുന്നതാണ്. പക്ഷെ ഞാൻ അതോട് കൂടി ചേർന്നൊരു കാര്യം പറഞ്ഞതാണ്. ഇത് സത്യത്തിൽ അന്ത്യോക്യ പാത്രികീസ് ബാവായും കാതോലിക്കയും തമ്മിലുള്ള ഒരു പ്രശ്നവും കൂടിയാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം മലങ്കര സഭയിൽ ഭരണഘടന പ്രകാരം മാത്രമാണ് അദ്ദേഹത്തിന്റെ ബന്ധം എന്ന് പ്രഖ്യാപിക്കുന്നവർക്കാണ് ഇവിടെ സത്യത്തിൽ ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അത്
അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാത്രിയർക്കീസ് വിഭാഗത്തിൽ ഉള്ള മെത്രാച്ചന്മാരെല്ലാം അവരുടേതായ നിലകളിലാണ്. അവിടെ ഒരു ഐക്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായ ബന്ധങ്ങളോട് ഇവർ തന്നെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ആ ഒരു ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപനം അല്ലെങ്കിൽ മാത്രം കൊണ്ട് പ്രശ്നം തീരുന്നതായിട്ട് ഞങ്ങൾക്ക് വിലയിരുത്തുന്നില്ല. നേരെ മറിച്ച് കാതോലിക്കറ്റിൻ്റെ അധികാരാവകാശങ്ങളിൽ അന്ത്യോക്യ പാത്രിയർക്കീസ് ഇനി മേലാൽ ഇടപെടുകയില്ല എന്നുള്ളൊരു പ്രഖ്യാപനം അവിടെ നിന്നുണ്ടാകുന്ന ഒരു പുറക്കെയാണ് സഭയിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യവും പാത്രിയർക്കീസ് വിഭാഗം ഇവിടെ ഉണ്ടായത് പാത്രിയർക്കീസ് ബാവായുടെ അനധികൃതമായി ഈ സഭയുടെ സാഹചര്യങ്ങൾ ഇടപെട്ടാണ്. അപ്പോൾ അതിനോട് സഹകരിക്കുന്ന കുറേ ആൾക്കാരിവിടെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടെ പാത്രിയർക്കീസ് കക്ഷി ഉണ്ടാകുന്നത്. അപ്പോൾ ആ കക്ഷിക്ക് വേണ്ടി അവരെന്തു തന്നെ പറഞ്ഞാലും പാത്രിയർക്കീസ് ബാവായുടെ അന്തിമമായ ഒരു നിലപാട് ഒരു സഭയിൽ ഐക്യം ഉണ്ടാകുന്നതിന് വളരെ പ്രധാനമാണ്. അദ്ദേഹം ഇതുവരെ ആ സംബന്ധിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കറിവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ചർച്ച തുടരണമെങ്കിൽ അതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി കാണേണ്ടതും അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയുടെ അഖണ്ഡതയും അതിൻ്റെ ഭരണഘടനയും അംഗീകരിക്കുവാൻ തയ്യാറായി അതിനുള്ള ഇടപെടൽ. ഈ ഇലക്ഷൻ നമ്മൾ ഏറ്റവും പ്രധാന ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സർക്കാരിനെതിരെ പറയുമ്പോഴും സർക്കാരിനെ അങ്ങനെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ സഭ ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് വരുന്നൊരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ എന്നുള്ളത് മാത്രം ഒരു കൃത്യമായ ആ കാര്യത്തിലേക്ക് ഞങ്ങൾ ഇടപെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ നീതി നടത്തിപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. അതിൽ നീതി നടക്കാതെ പോയി ഇതിനകത്ത് കാരണം ഇതിനകത്ത് ഹോം സെക്രട്ടറി TK ജോസ് ഇതിനകത്ത് തന്നെ പ്രസന്റ് ആയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിലയിൽ കൊടുത്തതാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അതിന് സർക്കാരിനെ മുഴുവനായി അടച്ചാക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ആ അടച്ചാക്ഷേപിക്കാത്തതിന് കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ചേപ്പാട് പള്ളി സംരക്ഷിക്കാമെന്ന് സർക്കാർ നൽകിയ ഒരു ഉറപ്പ് ഉള്ളത് കൊണ്ടാണോ അത്തരത്തിലൊരു അല്ലല്ല ചേപ്പാട് പള്ളിയുടെ ക്ഷമിക്കണം ചേപ്പാട് പള്ളിയുടെ കാര്യങ്ങളിൽ ഞാനൊരല്പം ആഴമായി പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് പറയട്ടെ. നാഷണൽ ഹൈവേ അതോറിറ്റി ആദ്യമെടുത്ത അലൈൻമെൻറ്റിൽ ഹെറിറ്റേജ് സെൻ്ററായ ടൂറിസ്റ്റ് കേന്ദ്രമെന്ന് കേരള സർക്കാർ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ള 2ാം സ്ഥാനമുള്ള ശതാബ്ദങ്ങളുടെ പഴക്കമുള്ള ദേവാലയമാണ് ചേപ്പാട് പള്ളി. ചേപ്പാട് പള്ളി ഒഴിവാകുന്ന തരത്തിലായിരുന്നു ആദ്യത്തെ അലൈൻമെൻറ്റ്. 2ാമത്തെ അലൈൻമെൻറ്റ് വന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സർക്കാരിൻ്റെ ഒരു താല്പര്യത്തിൽ വന്നിട്ടുള്ളതല്ല ഇപ്പോഴുള്ള സെക്കൻഡ് അലൈൻമെൻറ്റ്. അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളതാണ്. അതവർക്ക് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. അത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ തിരുത്തേണ്ടതാണ്. ഇക്കാര്യത്തിൽ കേരള സർക്കാർ അവർ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിലപാട്. ആ കാര്യത്തിലൊന്നും ഈ ഗവൺമെൻറ്റുമായിട്ടോ ഞങ്ങളുമായിട്ടോ ഞാൻ അറിയുന്നിടത്തോളം ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സ്പേസ് ഉള്ളതായി ഞങ്ങൾക്കാർക്കും അറിവില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആദ്യം ഉണ്ടാക്കിയ അലൈൻമെൻറ്റ് വ്യത്യാസപ്പെടുത്തുന്നതിൽ എന്താണ് യുക്തി എന്നുള്ളത് അത് വെളിവാക്കേണ്ടത് അല്ലെങ്കിൽ അത് തിരുത്തണമെങ്കിൽ തിരുത്തേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു കടമ തന്നെയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അത് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഒന്ന് സത്യവാങ്മൂലത്തിലുണ്ടായ കുഴപ്പം, 2 അവിടെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയത് അറ്റത്ത് ഉൾപ്പെട്ടത് മിനിറ്റ്സായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 വിഷയത്തിലും ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമുണ്ട്. 2 ഈ മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഈ വിഷയങ്ങളാണ്. ഇതിനകത്തൊരു സാധാരണ നടന്നു വരുന്ന ഒരു രീതി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഇതുപോലുള്ള ഈ മീറ്റിങ്ങുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം കടലാസ് വരും. അത് തിരുമേനിമാർ എന്നോട് ചോദിച്ചത് അതിപ്പോൾ ഉള്ളതാണ്, അറ്റൻഡൻസ് പോലെ ബാക്കിയുള്ളത് എഴുതി വയ്ക്കാറുമാണുള്ളത്. അതിനകത്ത് അത് സാധാരണ ഇതിൽ മീറ്റിംഗ് വായിച്ച് കഴിയുമ്പോൾ വായിച്ച് കേൾപ്പിക്കുന്ന പതിവൊന്നുമില്ല. ഇത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. സാധാരണ മീറ്റിങ്ങിന്
പക്ഷേ ഇതിനകത്ത് എഴുതിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തിരുമേനി പറഞ്ഞ ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം. അതിനകത്ത് സത്യവിരുദ്ധമായിട്ട്, അതായത് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഭാഗത്ത് പറഞ്ഞ എല്ലാ കാര്യവും അതിനകത്ത് വന്നിട്ടില്ല എന്ന് തിരുമേനി സൂചിച്ചപ്പോൾ അത്രയേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ആ എഴുതിയിരിക്കുന്ന മിനിറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ പ്രകാരം അങ്ങനെ സംഭവിച്ചതിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ഒത്തിരി ആശയക്കുഴപ്പങ്ങളുണ്ട്. കാര്യം ഞങ്ങൾ ഓരോ പ്രാവശ്യം മീറ്റിംഗ് കൂടുമ്പോഴും ശേഷം പത്രപ്രസ്ഥാനം നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ, അതായത് മീറ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞ് കോടതിയിൽ അങ്ങനെ ഈ നീട്ടിക്കൊണ്ടു പോകാൻ ഒരു സാധ്യത ഉണ്ടാക്കിയത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം സഭാംഗങ്ങളുടെ ഇടയിലുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയേണ്ടതുണ്ട്. ഒന്നാം ഘട്ടം ചർച്ച തീർന്നു. ആ ചർച്ചയുടെ അവസാനം ഉണ്ടായ തീരുമാനമാണ് മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, 34 ഭരണഘടനയ്ക്കും കോടതി വിധിക്ക് അപ്പുറം ഒരു ചർച്ച, അതിനുപരിയായോ എതിർത്തുകൊണ്ട് ഒരു ചർച്ച നടക്കില്ല. അവർ പരസ്യമായിട്ട് കോടതി വിധിയെ പള്ളു പറയുകയും ഭരണഘടന അംഗീകരിക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഈ ചർച്ച നടക്കേണ്ട ചട്ടക്കൂടിനെ തന്നെ അവർ നിഷേധിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചർച്ച നടക്കില്ല, ആ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ള കാര്യം ഞങ്ങൾ പറയുകയായിരുന്നു. ഒരു കാര്യം മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക്, മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഭാംഗങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉൾപ്പെട്ടവരാണ്. ഏത് സർക്കാർ വന്നാലും ആ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന സഭാംഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമാണ്. ഏത് വിഭാഗത്തിലായാലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാനപരമായൊരു പ്രമാണവും നയവും നാളതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും പൂർണ്ണമായും താതാത്മ്യപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പോകാതെ ഞങ്ങളുടേതായ അതൊക്കെ ആളുകളുടെ യുക്തിക്കും അവരുടെ ചർച്ചയ്ക്കും വിട്ടുകൊടുത്തുകൊണ്ടുള്ള സ്വതന്ത്രമായൊരു നിലപാടാണ് സഭ നിങ്ങൾക്കറിയാവുന്നതാണ് ആദ്യം മുതലുള്ളത്. അതുകൊണ്ട് ഞങ്ങളീ പറയുന്നത് സഭയുടെ കാര്യമാണ് പറയുന്നത്. ആ സഭയുടെ കാര്യത്തിൽ ഞങ്ങൾക്കത് പ്രധാനമാണ്. അത് തിരുത്തപ്പെടണമെന്ന് പറയും, തിരുത്തപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ, ഇലക്ഷനുകൾ അതെങ്ങനെ ബാധിക്കും എന്നൊന്നും ഞങ്ങൾ പരിഗണിച്ചുകൊണ്ടല്ല ഈ കാര്യം സംസാരിക്കുന്നത്. ഇത് സഭയുടെ കാര്യമാണ്. ആ സഭയുടെ കാര്യം അതിലൊരു തിരുത്തൽ ആവശ്യമാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു അഡ്മിഷൻ ഇല്ല എന്നുള്ളതിൻ്റെ കാര്യമാണ്. ഈ കഴിഞ്ഞ ദിവസം മുളന്തുരുത്തി പള്ളിയുടെ കോടതി വിധി നടത്തി. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. സർക്കാരും ആരും എതിർത്തില്ല, ഒരു മനുഷ്യരും പറഞ്ഞില്ല. കാരണം അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം ഈ പ്രശ്നം വരുമായിരുന്നല്ലോ. അന്നേരമില്ല. ഇത് ഈ കോതമംഗലം പള്ളിയുടെ പ്രശ്നം വന്നപ്പോഴാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ധാരണയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇതുവരെയും ഈ ചർച്ച സംബന്ധിച്ചൊരു വിഷയം കോടതികളിൽ അവതരിപ്പിക്കപ്പെട്ടില്ല എന്ന്. സത്യത്തിൽ അതുപോലും ശരിയായില്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. കാരണം ചർച്ചയുടെ ഉള്ളടക്കം കോടതിയിൽ എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ മാത്രം, അതായത് ഞങ്ങൾ ഈ ഒരു തീരുമാനത്തിലെത്തി അതുകൊണ്ട് കോടതി മുന്നോട്ട് പോകണ്ട, അങ്ങനെ നടക്കാത്തിടത്തോളം കാലം ഈ മിനിറ്റ്സ് രേഖപ്പെടുത്തലും ഈ അഫിഡവിറ്റും അത് അത്ര ഒരു ഫെയർ ആയെന്ന് ഞങ്ങൾക്ക് ആർക്കും ബോധ്യമില്ല. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഇടപെടുന്നില്ല, അത് വേറെ കാര്യം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഭയുടെ കാര്യത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. സഭയുടെ നിലപാട് എന്ത് എന്ന് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞങ്ങളുടെ ജനം വിവേകമുള്ളവരാണ്. അവർ വേണ്ടത് ചെയ്തുകൊള്ളും. ഏത് സമയത്താണ് ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കുക, ഇന്ന ആൾക്ക് വോട്ട് കൊടുക്കേണ്ടെന്ന് പറയത്തില്ല. പക്ഷേ ഞങ്ങൾ സഭയ്ക്ക് എവിടെ നിന്നാണ് ദോഷം വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം സഭയിലെ ഭൂരിപക്ഷം ജനത്തിനും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിചാരം. അതനുസരിച്ച് അവർ പ്രവർത്തിച്ചുള്ളൂ. പ്രത്യക്ഷമായ പറയേണ്ടത് ആവശ്യം ഇപ്പം ഇവിടെ ഇല്ല. സർക്കാർ സംവിധാനങ്ങൾ, ബഹുമാനപ്പെട്ട സർക്കാർ എന്ന് ഞാൻ പറയുന്നില്ല, സർക്കാർ സംവിധാനങ്ങളിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഫിഡവിറ്റും
മിനിറ്റ്സും കൊടുത്തിരിക്കുന്ന രീതി ഒട്ടും തന്നെ ശരിയായില്ല എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ വീണ്ടും വീണ്ടും പറയുന്നു. അത് തന്നെയാണ്. നമുക്ക് പത്രസമ്മേളനം അവസാനിപ്പിക്കാം. സഭയുടെ ഒരു പൊതുവികാരം ഞങ്ങളിവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പ്രത്യേകിച്ച് കോട്ടയത്തെ മാധ്യമപ്രവർത്തകർ നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നതിന് പ്രത്യേകമായ നന്ദി പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും രേഖപ്പെടുത്തുന്നു. അഭിനന്ദ പിതാക്കന്മാരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വന്ന നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു ലഘുഭക്ഷണം തയ്യാറായിട്ടുണ്ട്. അതിലും എല്ലാവരും പങ്കെടുത്തേ പോകാവൂ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു.